നമസ്കാരം. വിഘ്നങ്ങളകറ്റുന്ന വിഘ്നേശ്വരനാണ് ഗണപതി ഭഗവാൻ. അതിനാൽ ഗണപതി ഭഗവാനെ പൊതുവെ സ്വപ്നത്തിൽ കാണുന്നത് അതീവ ശുഭകരമാകുന്നു. ജ്യോതിഷപരമായും സ്വപ്നശാസ്ത്രപരമായും ഗണപതി ഭഗവാനെ കാണുന്നത് വളരെ ശുഭകരമായി കരുതപ്പെടുന്നു. പാർവതി പരമേശ്വരന്മാരുടെ മകനാണ് ഗണപതി ഭഗവാൻ. എങ്കിലും എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഏവരും തേടുന്നതാണ്. ഏത് കാര്യവും ശുഭകരമായി പൂർത്തിയാക്കുവാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യം ആകുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഗണപതി ഭഗവാനെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഗർഭിണികൾ ഗണപതി ഭഗവാനെ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാകുന്നു. ഗർഭിണികൾ ഭഗവാനെ സ്വപ്നം കണ്ടാൽ പിറക്കാൻ പോകുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ആൺകുട്ടിയാകും എന്നാണ് വിശ്വാസം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞാൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യവും മാതാപിതാക്കൾക്ക് നേടുവാൻ സാധിക്കും എന്നാണ് ഈ സ്വപ്നത്തിലൂടെ വ്യക്തമാക്കുന്നത്. വിഗ്രഹം. ഗണപതി ഭഗവാന്റെ വിഗ്രഹം സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാകുന്നു. ഈ സ്വപ്നം കാണുന്നവർ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിൻ്റെ സൂചനയാകുന്നു. എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധ്യത ഉണ്ട് എന്നും ഈ സംരംഭത്താൽ ജീവിതത്തിൽ ഉയർച്ചയും അംഗീകാരങ്ങളും വന്നു ചേരും എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. പൂജിക്കുന്നു. ഗണപതി ഭഗവാനെ പൂജിക്കുന്നതായും കൂടാതെ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നതും സ്വപ്നം കാണുന്നതും അതീവ ശുഭകരമാകുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ട് എന്ന സൂചനയാകുന്നു. കൂടാതെ ഭഗവതി ഭക്തർ ഇങ്ങനെ കാണുന്നതും ശുഭകരം ആകുന്നതാണ്. ഇതിനർത്ഥം ദേവിയുടെ സാന്നിധ്യം ആ വ്യക്തികൾക്ക് ഉണ്ട് എന്നാകുന്നു. ഗണപതി ഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നവർക്ക് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഉടഞ്ഞ വിഗ്രഹം. ഗണപതി ഭഗവാന്റെ ഉടഞ്ഞ വിഗ്രഹം സ്വപ്നത്തിൽ കാണുന്നത് ദോഷമാകുന്നു. എന്തെങ്കിലും പുതിയ ആരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഉടഞ്ഞ വിഗ്രഹം സ്വപ്നം കണ്ടാൽ ആ സംരംഭത്തിൽ നിന്നും പിന്മാറുന്നതാണ് ഉത്തമം. ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ആരതി. ഗണപതി ഭഗവാനെ ആരതി ചെയ്യുന്നതായും അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ സ്വപ്നത്തിൽ കേൾക്കുന്നതായി അനുഭവപ്പെടുന്നതും വളരെ ശുഭകരമാകുന്നു. ഇത്തരത്തിൽ സ്വപ്നത്തിൽ സംഭവിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വലിയ ആഗ്രഹങ്ങൾ ഉടനെ നടക്കുവാൻ പോകുന്നതിൻ്റെ സൂചനയാണിത്. അതിനാൽ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നവർ ഭാഗ്യം ചെയ്തവരാകുന്നു. ഗണപതി ഭഗവാനെ എല്ലാവർക്കും സ്വപ്നത്തിലൂടെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല. മറിച്ച് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഭഗവാനെ സ്വപ്നത്തിലൂടെ ദർശിക്കുവാൻ സാധിക്കൂ. അതിൽ ഒരു വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾ കോടി പുണ്യം ചെയ്തവരിൽ ഒരാളാകുന്നു.